ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ അടുത്തുള്ള പാട്ടുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ അറിയുവാനായി ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് കഥയിലേക്ക് കടക്കാം. ദ്രൗപദി ദർശം ഭാഗം 25. രചന ഫൗസിയ നൗഷാദ്. ഞാൻ ശിവാനി, വീട് ബാലരാമപുരത്താ. ഓ, അവിടെ നിന്ന് ഇവിടെ വരെ എങ്ങനെ എത്തി മോള്? ഇത് എവിടെയാണെന്ന് മോക്കറിയോ? കർണാടകയാണ്. അപ്പോഴാണ് താൻ തൻ്റെ നാട്ടിൽ നിന്ന് എത്ര ദൂരത്ത് വന്നെന്ന് അവൾ ഉൾക്കൊണ്ടത്. എൻ്റെ പേര് സന്ദീപ്, ഞാൻ ഇൻ്റർനാഷണൽ പ്രോജക്റ്റ് മാനേജറാണ്. ഞാൻ ട്രിപ്പ് കഴിഞ്ഞ് മടങ്ങി വരുമ്പോഴാണ് മോളെ കണ്ടത്. മോൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട, ഇവിടെ ആരും മോളെ ഉപദ്രവിക്കില്ല. മോക്ക് എന്തും എന്നോട് പറയാം. അവൾ കരഞ്ഞുകൊണ്ട് തൻ്റെ കഥ മുഴുവൻ അയാളോട് പറഞ്ഞു. സന്ദീപ് വിറങ്ങലിച്ചിരിക്കുകയായിരുന്നു. ഇത്ര കുഞ്ഞിലെ ഇവൾ എന്തൊക്കെയാണ് അനുഭവിച്ചത്? തൻ്റെ മുന്നിൽ തന്നെ വന്നു പെട്ടത് നന്നായി, അല്ലെങ്കിൽ എന്തായിരുന്നേനെ അവസ്ഥ? അവൾ ഓർത്തു. മോള് കരയണ്ട, എനിക്കെല്ലാം മനസ്സിലായി. ഈ ഒരു സാഹചര്യത്തില് മോളെ ഞാൻ വീട്ടിൽ കൊണ്ടുപോവില്ല. കാരണം അവിടെ ഒരിക്കലും നീ സേഫ് അല്ല. ഒന്നുകിൽ രണ്ടാനച്ഛൻ അല്ലെങ്കിൽ ആ മഹാദേവ്, രണ്ടുപേർ അവിടെ ഉള്ളപ്പോ ഇനിയും മോക്ക് അപകടം സംഭവിക്കാം. അയ്യയ്യോ, എന്നാലും മോളെ, ഇങ്ങനെയുണ്ടോ മനുഷ്യന്മാര്? വല്ലാത്ത തൊലിക്കട്ടി തന്നെ. അയാൾക്കും ഇല്ലേ ഒരു മോള്? ദുഷ്ടൻ, അവനൊന്നും ഗതി പിടിക്കില്ല. കുഞ്ഞു കരയാതിരിക്കെ. മോളെ, അച്ഛനില്ലെന്ന് പറഞ്ഞ് വിഷമിക്കേണ്ട. ദേ, എന്നെ മോളുടെ അച്ഛന്റെ സ്ഥാനത്ത് കണ്ടോളൂ. ഇനി ആരും മോളെ ഒന്നും ചെയ്യില്ല. അവൾ പ്രതീക്ഷയോടെ അയാളെ നോക്കി. തമാശ പറയുകയല്ല, ഞാൻ നോക്കും നിന്നെ എന്നെ മോളായിട്ട്. ശാരദാമ്മ ദൈവമായിട്ടാ ഈ മോളെ എനിക്ക് കൊണ്ടു തന്നത്. അതെ സാറേ, കുഞ്ഞിന്റെ ഭാഗ്യമാ. സാറൊരു കുട്ടിയെ ദത്തെടുക്കാതിരിക്കുകയായിരുന്നു. മോളെ, ദേ ഈ കാണുന്ന സ്വത്തിനൊക്കെ ഏക അവകാശി ഞാനാ. എൻ്റെ ഭാര്യ പ്രിയ, ഞങ്ങൾ പ്രണയിച്ച് കെട്ടിയതാ. നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയായിരുന്നു. പക്ഷേ അധികകാലം ഞങ്ങൾക്ക് ഒന്നിച്ചു കഴിയാൻ സാധിച്ചില്ല. 4 വർഷത്തോളം ഞങ്ങളൊരു കുഞ്ഞിന് വേണ്ടി കാത്തു. പക്ഷേ ദൈവം എന്തുകൊണ്ടോ ഞങ്ങൾക്കൊരു കുഞ്ഞിനെ നൽകിയില്ല. പ്രശ്നം എൻ്റേതായിരുന്നു. എല്ലാ ചികിത്സയും നേർച്ചകളും ചെയ്തു, ഒന്നും ഫലം കണ്ടില്ല. എങ്കിലും ഞങ്ങളുടെ സ്നേഹത്തിനൊരു കുറവ് ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു കുഞ്ഞിനെ ദത്തെടുക്കാമെന്നിരിക്കുമ്പോഴാണ് ആ ഞെട്ടിക്കുന്ന സത്യം ഞങ്ങൾ കണ്ടെത്തിയത്. അവൾക്ക് ബ്രെയിൻ ട്യൂമർ ആണെന്ന്. എല്ലാ സമ്പാദ്യവും വിനിയോഗിച്ചു, പക്ഷേ കണ്ടെത്തിയപ്പോൾ ലാസ്റ്റ് സ്റ്റേജ് ആയിപ്പോയി. അവൾ അധികകാലം എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നില്ല. അവൾ പോയ ശേഷം ഞാൻ ഒറ്റയ്ക്കാ. കുറേ കാലം അതിൻ്റെ ഹാങ് ഓവറിൽ തളർന്നിരുന്നു. ഇനി അങ്ങനെ ഇരുന്നാൽ പറ്റില്ലല്ലോ. ഒരു വലിയ പ്രോജക്റ്റ് അല്ലേ എൻ്റേത്, ഒരു വലിയ ജോലിയല്ലേ എൻ്റേത്. ഓരോ പ്രോജക്റ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടി യാത്രകളാണ്. അതിനിടയിൽ ദുഃഖങ്ങൾ മറക്കും. പലപ്പോഴും ഞാൻ ഒറ്റയ്ക്കാവും. എന്നോട് എല്ലാവരും പറയുന്നുണ്ട് മറ്റൊരു വിവാഹം കഴിക്കാൻ. പക്ഷേ അവളുടെ സ്ഥാനത്ത് മറ്റൊരാളെ കാണാൻ എനിക്ക് കഴിയില്ല മോളെ, ഒരിക്കലും കഴിയില്ല. പക്ഷേ കുറച്ചു കാലമായി ഞാൻ ഓർക്കുന്നു, എൻ്റെ കാലശേഷം ഈ സ്വത്തുക്കളൊക്കെ അന്യാധീനപ്പെട്ടു പോവും. സ്വത്ത് പിന്നെയും ഇഷ്ടദാനം ചെയ്യാം, പക്ഷേ ഒറ്റപ്പെടലൊക്കെ മാറാൻ ഒരു കുഞ്ഞുണ്ടെങ്കിൽ പറ്റും. അതിൻ്റെ കളിച്ചിരികൾ കാണാമല്ലോ. ഒരു കുഞ്ഞിനെ ദത്തെടുക്കാമെന്ന് കുറച്ചായി കരുതുന്നു. പ്രിയയുടെ ആഗ്രഹമായിരുന്നു അത്. അദ്ദേഹം പറഞ്ഞു നിർത്തി. കണ്ണുകളിൽ നനവ് പടർന്നിരുന്നു. അത്രത്തോളം അദ്ദേഹം തന്റെ ഭാര്യയെ സ്നേഹിച്ചിരുന്നു എന്നവൾ മനസ്സിലാക്കി. മോക്ക് സമ്മതമാണെങ്കിൽ ഞാൻ മോളെ നോക്കും. എൻ്റെ മകളായിട്ട്, ദത്തുമകളല്ല, സ്വന്തം മകളായിട്ട് തന്നെ വളർത്തും. ഞാൻ കൂടുതലും USA-യിലാണ്. വല്ലപ്പോഴും മാത്രമേ നാട്ടിൽ വരൂ. ഇവരൊക്കെ എൻ്റെ വീട് അതേപോലെ നോക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. മോളെ ഞാൻ അമേരിക്കയിൽ കൊണ്ടുപോകും. അവിടെ നല്ല നിലയിൽ തന്നെ മോള് വളരും. അവൾക്ക് ആദ്യം ബുദ്ധിമുട്ട് തോന്നി നാട് വിട്ട് ഇത്ര ദൂരം പോകുന്നതിൽ. പക്ഷേ പിന്നീട് അവൾ മനസ്സിലാക്കി ഇത് നല്ലൊരു കാര്യമാണെന്ന്, താൻ സുരക്ഷിതയായിരിക്കുമെന്ന്. ആലോചിച്ച് പറഞ്ഞാൽ മതി മോള്. മോക്ക് ഇഷ്ടമല്ലെങ്കിൽ ഞാൻ നിർബന്ധിക്കില്ല. മോക്കിവിടെ ഈ വീട്ടിൽ താമസിക്കാം, എത്ര കാലം വേണമെങ്കിലും, അദ്ദേഹം പറഞ്ഞു. അല്പനേരം റെസ്റ്റ് എടുക്കും മോളെ, നല്ല തളർച്ചയുണ്ട്. അദ്ദേഹം എഴുന്നേറ്റ് പോയി. മോളെ, സാറ് നല്ല ആളാ. കുറെ വർഷങ്ങളായിട്ട് അമ്മ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. പണത്തിന്റെ ഒരു അഹങ്കാരവും ഇല്ലാത്ത മനുഷ്യനാ. പ്രിയമോളും അങ്ങനെ തന്നെ ആയിരുന്നു. പക്ഷേ പാവം, അധികകാലം സന്തോഷത്തോടെ ജീവിക്കാൻ ദൈവം സമ്മതിച്ചില്ല. മോള് ധൈര്യമായി സമ്മതിക്ക്. സാറ് മോളെ പൊന്നുപോലെ നോക്കും. മോളെ ആരും ഒന്നും ചെയ്യില്ല. അത് പറഞ്ഞ് അവളുടെ തോളിൽ തട്ടി കടന്നുപോയതും അവൾ എന്തു വേണമെന്നറിയാതെ നിന്നു. ശിവാനി അത്രയും പറഞ്ഞ പ്രയാസത്തോടെ ശ്വാസമെടുത്തു. ശിവാനിയുടെ കണ്ണുകളിൽ അലയടിക്കുന്ന കടൽ അവർക്ക് കാണാൻ സാധിച്ചു. തന്നെ നിയന്ത്രിക്കാനായി അവൾ കാഴ്ച ദൂരേക്ക് പായിച്ചിരുന്നു. അവൾ അനുഭവിച്ചതിന്റെ ആഴം അവളുടെ മുഖത്ത് തന്നെ വ്യക്തമായിരുന്നു. അല്പം ഒരു ഇടവേള എടുത്ത ശേഷം അവൾ തുടർന്നു. അവിടെ എനിക്ക് സുഖമായിരുന്നു. എൻ്റെ വീട്ടിൽ പോലും അത്ര സമാധാനം ഞാൻ അനുഭവിച്ചിട്ടില്ല. സമാധാനം ഉണ്ടായിരുന്നു നമ്മുടെ അച്ഛനുള്ളപ്പോൾ. അത് കഴിഞ്ഞ് സമാധാനം ഉണ്ടായിരുന്നില്ലല്ലോ. പക്ഷെ അവിടെ എനിക്കൊരു കുറവുണ്ടായിരുന്നില്ല. സമയത്ത് ഭക്ഷണം, തലചായ്ക്കാനിടം, ഇഷ്ടം പോലെ വസ്ത്രം. എൻ്റെ അമ്മയുടെ സ്ഥാനത്തായിരുന്നു ശാരദാമ്മ. അച്ഛൻ തന്നെയായിരുന്നു സന്ദീപ് ഡാഡ്. കുറച്ചു ദിവസം ഞാൻ അവിടെ തങ്ങി. എൻ്റെ മുടിയൊക്കെ ശാരദാമ്മ എണ്ണ തേച്ച് മെടഞ്ഞിട്ട് തരും. എന്നോടെൻ്റെ കഥകളും വിശേഷങ്ങളും ഒക്കെ ചോദിക്കും. മണിക്കൂറുകളോടും ഞാനും സന്ദീപ് ഡാഡും ശാരദാമ്മയും സംസാരിച്ചിരിക്കും. അത് ശരിക്കും സ്വർഗം തന്നെയായിരുന്നു. ഒരു മകളോടെന്ന പോലെയായിരുന്നു ഡാഡ് എന്നോട്.
മോളു നെക്സ്റ്റ് മന്ത് ഞാൻ USA പോവും. മോൾ എൻ്റെ ഒപ്പം വരുന്നുണ്ടോ? ഇനിയുള്ള പഠനം അവിടെയാക്കാം. ഇവിടെ എനിക്ക് ബംഗ്ലാവ് ഒക്കെ ഉണ്ട്. അതിലും വലിയ സെറ്റപ്പ് നമുക്ക് അവിടെ ജീവിക്കാം. അദ്ദേഹം എന്നോട് പറഞ്ഞു. വേണ്ട, ഞാൻ ഇപ്പോൾ തന്നെ സാറിനൊരു അധികപ്പറ്റ. എന്നെ വല്ല ഓർഫനേജിലോ കോൺവെന്റിലോ ആക്കിയാൽ മതി. ഞാൻ അവിടെ താമസിച്ചോളാം. അവൾ പറഞ്ഞു. മോൾ ഇപ്പോഴും എന്നെ ഒരു അന്യനായിട്ടാണോ മോളെ കാണുന്നത്? ഞാൻ പറഞ്ഞില്ലേ, ഒരിക്കലും നീ എനിക്ക് അന്യയല്ല. എൻ്റെ മോള് തന്നെയാ. ദൈവം എനിക്ക് സമ്മാനിച്ച എൻ്റെ മോള്. അങ്ങനെ ഞാൻ കരുതുന്നുള്ളൂ. അതുകൊണ്ട് ഇനി ആ ചിന്തയുണ്ടെങ്കിൽ വിട്ടേക്ക്. അദ്ദേഹം വാത്സല്യത്തോടെ അവളുടെ മുടിയിൽ തലോടി പറഞ്ഞു. നാളെ മോൾ എനിക്കൊരു മറുപടി തരണം. മോളുടെ പാസ്പോർട്ടും വിസയും ടിക്കറ്റും ഒക്കെ റെഡിയാക്കണം. അതൊന്നും വലിയ പ്രശ്നമല്ല. എനിക്ക് വേഗം ശരിയാക്കാൻ പറ്റും. മോളുടെ സമ്മതം അത് മാത്രം മതി. മോൾ നല്ലപോലെ ആലോചിക്കൂ. അന്ന് അവൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഒരുപാട് ആലോചിച്ചു. എന്ത് വേണം? അദ്ദേഹത്തിനൊപ്പം അമേരിക്കയിൽ പോവണോ? തനിക്ക് സ്വപ്നം പോലും കാണാൻ അർഹതയില്ലാത്ത ഒരിടത്താണ് താൻ ഇപ്പോൾ നിൽക്കുന്നത്. എല്ലാത്തിനും കണ്ണനോട് നന്ദിയുണ്ട്. അദ്ദേഹം അന്ന് വന്നില്ലായിരുന്നെങ്കിൽ ഏതെങ്കിലും ഒരു തെരുവിൽ തൻ്റെ ജീവിതം തീർന്നേനെ. ഒരുപാട് ആലോചിച്ച് അവളൊരു തീരുമാനം എടുത്തു. പിറ്റേന്ന് രാവിലെ അദ്ദേഹം മറ്റെവിടെ പോയിരുന്നു. ശാരദാമ്മ അവളുടെ ദേഹത്ത് അവർ തന്നെ ഉണ്ടാക്കിയ നിറം കൂടാനും മങ്ങാതെ ഇരിക്കാനുള്ള ഒരു ആയുർവേദ കൈമരുന്ന് ദേഹത്ത് പുരട്ടുകയായിരുന്നു. അവൾ വന്നതിൻ്റെ പിറ്റേ ദിവസം മുതൽ അവർ അത് അവൾക്ക് തേച്ചു കൊടുക്കുന്നുണ്ട്. അവളുടെ സൗന്ദര്യം ഒന്നുകൂടെ വർദ്ധിച്ചു. പഴയ പ്രസരിപ്പും ഭംഗിയൊക്കെ തിരികെ വന്നു. മോളെ, ഒരു അമ്മയുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് പറയുക, മോള് സാറിനൊപ്പം പോണം. മോള് സാറ് പൊന്നുപോലെ നോക്കും. പ്രിയമോള് പോയതിനു ശേഷം സാറ് വല്ലാത്ത ഒറ്റപ്പെടൽ അനുഭവിക്കുന്നുണ്ട്. മോൾ ഉണ്ടായിരുന്നെങ്കിൽ ഒരു അമ്മയെപ്പോലെ തന്നെ നിന്നെ സ്വീകരിച്ചേനെ. മോള് വന്നതിന് ശേഷമാ സാറ് പഴയ പോലെ ഒന്ന് ചിരിച്ചും സന്തോഷിച്ചും കാണുന്നത്. മോള് കൂടെ ഉണ്ടെങ്കിൽ സാറിന് ഒരുപാട് സന്തോഷമാവും. മോൾക്ക് ഇഷ്ടമുള്ളപ്പോൾ സാറ് തിരികെ നാട്ടിലേക്ക് കൊണ്ടുവരും. ആ കാലമാടൻ്റെ മുന്നിലേക്ക് പോവാതിരിക്കുന്നതാ നല്ലത്. മഹാദേവിനെ ഉദ്ദേശിച്ചായിരുന്നു അവരത് പറഞ്ഞത്. അല്പനേരം കഴിഞ്ഞതും സന്ദീപ് വന്നു. മോൾ എന്ത് തീരുമാനിച്ചു? ഞാൻ വരുന്നുണ്ട് സാറേ. അത് കേട്ട് അദ്ദേഹത്തിൻ്റെ മുഖം തെളിഞ്ഞു. ശരിക്കും മനസ്സോടെ തന്നെയാണോ? അതെ. എന്നാ ഇന്ന് തന്നെ മോളുടെ യാത്രയ്ക്ക് വേണ്ടുന്നതെല്ലാം ഞാൻ തയ്യാറാക്കാം. പിന്നെ സാറ് വിളി വേണ്ട, എനിക്ക് നല്ല അകലം തോന്നുന്നുണ്ട്. അദ്ദേഹം ഉത്സാഹത്തോടെ പറഞ്ഞു. പിന്നെ ഞാൻ എന്താ വിളിക്കേണ്ടത്? മോള് തന്നെ പറ. അവളൊന്ന് ആലോചിച്ചു. സന്ദീപ് തനിക്ക് അച്ഛന് തുല്യമാണ്. അദ്ദേഹത്തിനും അങ്ങനെ തന്നെ. പക്ഷേ അച്ഛനെന്ന് വിളിക്കുന്നത് വിശ്വനാഥൻ അച്ഛനെയല്ലേ? വിശ്വനാഥൻ അച്ഛന് പകരം അച്ഛൻ മാത്രമേ ഉള്ളൂ. ഇദ്ദേഹത്തിന് പകരം ഇദ്ദേഹവും. പിന്നെന്താ ഞാൻ വിളിക്കുക? ഡാഡ്? അവൾ അല്പസമയം ആലോചിച്ച ശേഷം കണ്ടെത്തി. അദ്ദേഹത്തിനും അതൊരുപാട് ഇഷ്ടമായി. ഡാഡ്, അത് കൊള്ളാം. എനിക്കും അത് തന്നെയായിരുന്നു ആഗ്രഹം. അദ്ദേഹം അവളെ ചേർത്ത് പിടിച്ച് നെറ്റിയിൽ ഉമ്മ കൊടുത്തു. അന്നത്തെ രാത്രി അവിടെ ഒരു ആഘോഷം തന്നെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ച് ഒരു പാർട്ടി നടത്തി. എന്നെ മോളെന്ന് പറഞ്ഞ് അദ്ദേഹം എല്ലാവർക്കും പരിചയപ്പെടുത്തി. അവിടെ ജോലി ചെയ്യുന്ന എല്ലാവർക്കും സന്തോഷത്തോടെ ആഹാരവും പണവും വസ്ത്രങ്ങളും എൻ്റെ കൈകൊണ്ട് വിതരണം ചെയ്യിപ്പിച്ചു. അത് സ്വർഗമായിരുന്നു. എൻ്റെ വീട്ടുകാർക്ക് ശേഷം എന്നെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യൻ. രക്തബന്ധമില്ലാതെ ആത്മബന്ധങ്ങളിലൂടെ ഒന്നിച്ച മനുഷ്യൻ. അന്ന് രാത്രി എന്നെ ഷോപ്പിൽ കൊണ്ടുപോയി. ഞാൻ ജീവിതത്തിൽ കണ്ടിട്ട് പോലും ഇല്ലാത്ത അത്രയും മോഡേൺ ആയ വിലപിടിപ്പുള്ള ഡ്രസ്സുകൾ വാങ്ങിത്തന്നു. അങ്ങനെ അടുത്ത മാസം ഞങ്ങൾ അമേരിക്കയിലേക്ക് പോയി. ശിവാനി പറഞ്ഞു നിർത്തി. ആഷിയും ഷാമിയും മുഖാമുഖം നോക്കി. തങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്നത് സാധാരണക്കാരി പെണ്ണല്ല. ഇന്ന് വരെ കണ്ട വെറും നാട്ടിൻപുറത്തുകാരിയുമല്ല. അമേരിക്കയിൽ വരെ പോയിട്ടുണ്ട്. അതവർക്ക് പുതിയ അറിവായിരുന്നു. നിങ്ങൾക്കറിയോ, ഞാനവിടെ രാജകുമാരിയെ പോലെയാ ജീവിച്ചത്. ഒരു കുറവും ഉണ്ടായിരുന്നില്ല എനിക്ക്. വലിയൊരു ബംഗ്ലാവിൽ, നാട്ടിലേക്കാൾ വലുത്. അവിടെ എല്ലാ സൗകര്യത്തോടെയും ഞങ്ങൾ ജീവിച്ചു. എന്നെ അവിടുത്തെ സ്കൂളിൽ പഠിക്കാൻ അയച്ചു. ഇവിടത്തെ സ്കൂളുകളേക്കാൾ മികച്ച സൊസൈറ്റി ആയും ഇന്ററാക്ട് ചെയ്തുള്ള പഠനം. അതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു. ഡാഡിൻ്റെ പ്രിൻസസ്സായി അവിടെ ഞാൻ വളർന്നു. നിങ്ങളീ കാണുന്ന ശിവാനിയല്ല, പക്ക മോഡേൺ ശിവാനി. ഡാഡിന് എന്നെ മോഡേൺ ഡ്രസ്സിൽ കാണുന്നതായിരുന്നു ഇഷ്ടം. അങ്ങനെയിരിക്കെ മെല്ലെ മെല്ലെ പഴയ കാര്യങ്ങൾ എന്നെ വേട്ടയാടാൻ തുടങ്ങി. മഹാദേവ്, അയാൾക്കെതിരെ നീങ്ങണം. അയാൾ ചെയ്ത എല്ലാത്തിനും പകരം ചോദിക്കണം. എൻ്റെ ഉള്ളിൽ പക വളരാൻ തുടങ്ങി. വെറുതെ വിടാൻ പാടില്ല. എന്നോട് ചെയ്ത ദ്രോഹങ്ങൾക്ക് ഓരോന്നിനും ഞാൻ പകരം ചോദിക്കും. പ്രായത്തിൻ്റെ തരിപ്പിലും അയാൾ ചെയ്ത പാപത്തിൻ്റെ വലിപ്പവും എന്നെ പ്രതികാരദാഹിയാക്കി. എങ്ങനെ അതിന് വഴിയുണ്ടാക്കാം എന്നും ഞാൻ പ്ലാൻ ചെയ്തു. ഞാൻ അവിടെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റിയിൽ തന്നെ എൻ്റെ ഡിഗ്രി പഠനം കംപ്ലീറ്റ് ആക്കി. അതിനുശേഷം ഡാഡിയോട് പറയുകയും ചെയ്തു. എനിക്ക് നാട്ടിലേക്ക് പോകണം ഡാഡ്. എന്താ മോള് പെട്ടെന്നൊരാഗ്രഹം? നാട് മിസ് ചെയ്യുന്നുണ്ടോ? അല്ല ഡാഡ്, ഐ വോണ്ട് ടു ഡു റിവഞ്ച്. എൻ്റെ കണ്ണുകളിൽ എരിയുന്ന അഗ്നി അദ്ദേഹം തിരിച്ചറിഞ്ഞു. മഹാദേവിനോട്? യെസ്, ഞാൻ ജീവനോടെ ഇല്ല എന്ന് വിശ്വസിച്ചിരിക്കുന്ന അയാളോട് എനിക്ക് പ്രതികാരം ചെയ്യണം. ഓരോന്നിനും എണ്ണി എണ്ണി. തീർച്ചയായും ഡാഡ്. ഡാഡ് നിന്റെ ഒപ്പം ഉണ്ട് എന്തിനും. ഡോണ്ട് വെറി. എന്ത് സഹായം വേണമെങ്കിലും ഞാൻ ചെയ്തു തരും. ഡാഡ് എനിക്കൊരു ഉപകാരം ചെയ്തു തന്നാൽ മതി. ഞാനുമായി കുറച്ചു കാലത്തേക്ക് കോണ്ടാക്ട് വേണ്ട.
ഞാനവിടെ ജീവിക്കുന്നത് പക്ക നാട്ടിൻ പുറത്തുകാരിയായിട്ടാവും. എനിക്ക് നാട്ടിലെ കുറച്ച് ഡ്യൂപ്ലിക്കേറ്റ് സർട്ടിഫിക്കറ്റ് വേണം എൻ്റെ സ്റ്റഡീസിൻ്റെ. ഞാൻ വളർന്നത് ഇവിടെയാണെന്ന് ആർക്കും ഒരറിവും ഉണ്ടാവരുത്. ഞാൻ നാട്ടിൽ താമസിക്കാൻ പോകുന്നത് ഹോസ്റ്റലിലാണ്. നിഷ്കളങ്കിയായ ഒരു പെൺകുട്ടിയായി. അങ്ങനെ അവൾ പകിയോടെ ചിരിച്ചു. ഒക്കെ മോളുടെ ഇഷ്ടം പോലെ. പക്ഷേ അതുവഴി എങ്ങനെ നീ നിന്റെ ലക്ഷ്യത്തിലെത്തും? അവിടെ നിന്നുകൊണ്ട് ഞാൻ അയാളെക്കുറിച്ച് അന്വേഷിക്കും. അയാളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നുമൊക്കെ. അത് മാത്രമല്ല ഡാഡ് എൻ്റെ ഉദ്ദേശം. ഞാൻ ഡാഡിനോട് ഇടയ്ക്ക് പറയാറില്ലേ, ലവ് ഓഫ് മൈ ലൈഫ് ദേവേട്ടൻ എനിക്ക് കണ്ടുപിടിക്കണം. ഐ വോണ്ട് ഹിം ഡാഡ്. അങ്ങനെ ഡാഡിനോടെല്ലാം പറഞ്ഞ് സെറ്റാക്കി. ഡാഡ് എനിക്ക് വേണ്ടുന്ന സർട്ടിഫിക്കറ്റ് റെഡിയാക്കി തന്നു. എനിക്ക് ഹോസ്റ്റലും കണ്ടെത്തി തന്നു. എല്ലാം ചെയ്തും തന്നു. അങ്ങനെ ഞാൻ നാട്ടിൽ താമസിക്കാൻ തുടങ്ങി. ആരോരുമില്ലാത്ത ഒരു അനാഥ പെൺകുട്ടിയെ പോലെ. പല വഴി ഞാൻ മഹാദേവിനെ കുറിച്ച് അന്വേഷിച്ചു. അയാൾ പഴയ വീട് മാറി എന്ന് ഞാൻ അറിഞ്ഞു. തുടരും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ കഥ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. നന്ദി.